വെൽക്കം ബാക്ക് ന്യൂ ക്യാമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഇന്നത്തെ അഖിലേന്ത്യാ മത്സരങ്ങൾ എവിടെയൊക്കെയാണ്, ഏതൊക്കെ ടീമുകൾ തമ്മിലാണ് കളിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസാണ്. ഓക്കെ, തിരൂർ ആലത്തിയൂരിൽ ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് നടക്കാൻ പോണത്. അൽമദീന ചെർപ്പുളശ്ശേരിയും അതുപോലെ തന്നെ റിയൽ FC തന്നെയും തമ്മിലാണ് കളി നടക്കുന്നത്. പിന്നെ ഫറൂഖ് നല്ലൂരങ്ങാടിയിൽ തീർച്ചയായിട്ടും കിടിലൻ പോരാട്ടമാണ് അവിടെ നടക്കാൻ പോണത്. അഭിലാഷ് FC കുബ്ബൂത്തും അതുപോലെ തന്നെ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും തമ്മിലുള്ള കളിയാണ്. തീർച്ചയായിട്ടും ഒരു പൊടി പാറിയ കളി തന്നെ ആയിരിക്കും അവിടെ നടക്കാൻ പോണത്. പിന്നെ നടക്കുന്നത് തൊടുപുഴയിലാണ്. തൊടുപുഴയിൽ സെമി ഫൈനൽ മത്സരമാണ്. FC കൊണ്ടോട്ടിയും അതുപോലെ തന്നെ റോയൽ ട്രാവൽസ് കോഴിക്കോടും തമ്മിലാണ് കളി നടക്കുന്നത്. പിന്നെ വീണ്ടും കാത്തിരിക്കുന്നത് ഒരു വമ്പൻ പോരാട്ടം തന്നെയാണ്. സത്യം പറഞ്ഞാൽ മണ്ണാർക്കാടിൻ്റെ മണ്ണിലാണ് സെക്കൻഡ് ലെഗ് സെമി ഫൈനൽ പോരാട്ടം നടക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഇടിവെട്ട് അടാറ് കളി തന്നെയായിരിക്കും. ഫിഫ മഞ്ചേരി അതുപോലെ തന്നെ ലിൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാടും സ്വന്തം കാണികളുടെ തട്ടകത്തിൽ നിന്ന് ആദ്യ ഫസ്റ്റ് ലെഗ് രണ്ട് ഗോളിന് ഫിഫ മഞ്ചേരിയെ മലർത്തിയടിച്ച ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഇന്ന് ലിൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാട് ആ മണ്ണിൽ കാലുകുത്തുന്നത്. തീർച്ചയായിട്ടും പകരം ചോദിക്കാൻ ഫിഫ മഞ്ചേരി ഇന്ന് ഫിഫ മഞ്ചേരിയുടെ ഫുൾ ടീമുമായിട്ടായിരിക്കും ഇന്ന് വരിക. ആദ്യത്തെ ഫസ്റ്റ് ലെഗിൽ കാസർഗോഡ് ടീമായ യൂറോ സ്പോർട്സ് പഠനയുടെ ഫുൾ ടീമിനായിരുന്നു ഫസ്റ്റ് ലെഗിൽ ഫിഫ മഞ്ചേരി അവിടെ ഇറക്കിയത്. ഏകപക്ഷീയമായ 2 ഗോളിനാണ് ഫിഫ മഞ്ചേരി അന്ന് തോറ്റത് കേട്ടോ. അന്നത്തെ ഒരു ദിവസം 2 തോൽവിയാണ് ഫിഫ മഞ്ചേരിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. വളപട്ടണത്തും ഫിഫ മഞ്ചേരി തോൽക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ഇന്നെന്തായാലും മണ്ണാർക്കാടിൻ്റെ മണ്ണിൽ നല്ലൊരു കിടിലം പോരാട്ടമായിരിക്കും. കാത്തിരുന്ന് കാണാം നമുക്ക്. പിന്നെ ഇന്ന് നടക്കാൻ പോകുന്നത് വാണിയമ്പലത്തുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരമാണ്. യുണൈറ്റഡ് FC നെല്ലിക്കുത്തും അതുപോലെ തന്നെ ജിംഖാന തൃശ്ശൂരും തമ്മിലുള്ള ഒരു കിടിലം പോരാട്ടം തന്നെ ആയിരിക്കും. യുണൈറ്റഡ് FC നെല്ലിക്കുത്തിൻ്റെ ഇന്നലത്തെ കളി നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും ഗോൾ കീപ്പറുടെ പെർഫോമൻസ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ വേറെ ചെയ്യുന്നതാണ്. പിന്നെ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരം വളപട്ടണത്താണ്. വളപട്ടണത്ത് മെഡിക്കാട് അരീക്കോടും അതുപോലെ തന്നെ സ്കൈ ബ്ലൂ അടപ്പാളും തമ്മിലുള്ള പോരാട്ടമായിരിക്കും. തീർച്ചയായിട്ടും നല്ലൊരു അടിപൊളി കളി നമുക്ക് അവിടെയും കാണാം. പിന്നത്തെ അടുത്ത മത്സരം നടക്കുന്നത് ബേക്കലിലാണ്. ബേക്കലിൽ സത്യം പറഞ്ഞാൽ KFC കാളിക്കാവും അതുപോലെ തന്നെ KMG മാവൂരും തമ്മിലാണ്. തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ കളിയുടെ ഒരു സ്റ്റൈലിഷ് കൊണ്ടുവരുന്ന 2 ടീമുകളാണ് ഇന്ന് തീർച്ചയായിട്ടും ബേക്കലിൻ്റെ മണ്ണിൽ കളിക്കാൻ പോകുന്നത് കേട്ടോ. കാളിക്കാവും അതുപോലെ തന്നെ KMG മാവൂരും തീർച്ചയായിട്ടും മികച്ചൊരു കളി തന്നെയായിരിക്കും അവിടുത്തെ കാണികൾക്ക് സമ്മാനിക്കാൻ പോകുന്നത്. കാരണം ബലോട്ടലി ആസിഫും KMG മാവൂരിൻ്റെ ഫൈം അലിയൊക്കെ നിന്നിട്ട് പൊടി പാറിക്കുന്ന ഒരു കളി തീർച്ചയായിട്ടും അവിടെ കാണാൻ സാധിക്കും. പിന്നെ നടക്കാൻ പോകുന്നത് ഇന്നത്തെ കളി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടൊരു കളി തന്നെയാണ്. അരീക്കോട് തെരട്ടമ്പലാണ് ആ കളി നടക്കുന്നത്. ഫിറ്റ്വെൽ കോഴിക്കോടും അതുപോലെ തന്നെ CR7 ആഷിഖ് ഉസ്മാനൊക്കെ ഇറങ്ങുന്ന ഇസാ ഗ്രൂപ്പ് ബേസ് പെരുമ്പാവൂരും തമ്മിലുള്ള ഒരു കിടിലം പോരാട്ടം തന്നെ ആയിരിക്കും. പിന്നെ നടക്കാൻ പോകുന്നത് ഒരു ഉദ്ഘാടന മത്സരം തന്നെയാണ്. തീർച്ചയായിട്ടും തൃക്കരിപ്പൂരിലാണ് ആ കളി നടക്കുന്നത്. FC പെരിന്തൽമണ്ണയും അതുപോലെ തന്നെ FC തൃക്കരിപ്പൂരും തമ്മിലുള്ള മത്സരമായിരിക്കും ഇന്നവിടെ അരങ്ങേറാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മത്സരങ്ങൾ ഇത്രത്തോളമാണ്. തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതിലേക്കും ബൈ.